ഒരു ഹൈക്കോടതി വിധിയെ തുടർന്ന് തലയിലും മുണ്ടിട്ട് പതുങ്ങി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ചെന്ന് ചേക്കേറിയ ഒരു സംഭവത്തെയാണ് സോയ്മോൻ ഇങ്ങനെ അവരുടെ ധൈര്യം. അപ്പോൾ സോയ്മോൻ്റെ ഒരു ധൈര്യം അങ്ങനെ പറഞ്ഞതിൽ ഞാനതിന് എനിക്കൊന്ന് എത്ര അഭിനന്ദിച്ചാലും മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ചോദിക്കുന്നത് ഏതറ്റം വരെയും പോകാൻ ഇ ഡിക്ക് എന്തായിരുന്നു തടസ്സം ഞാൻ ചോദിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ചോദിക്കുന്നു, CM രവീന്ദ്രനെ ചോദ്യം ചെയ്തു. CM രവീന്ദ്രൻ കള്ളത്തരം കാണിച്ചിട്ടില്ല എന്നിട്ടാണോ? CM രവീന്ദ്രനെയും ഊരാളുകളുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത് CM രവീന്ദ്രൻ എന്നേ അകത്ത് പോകുമായിരുന്നു. സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം. സംശയം പോലും അവർക്കെതിരെ ഉണ്ടാവാൻ പാടില്ലാത്തടത്ത് സീസറിൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്ട്രീമാണ്. സീസറിൻ്റെ ഭാര്യ ഗർഭിണിയായിട്ട് പോലും അചഞ്ചലനായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആണ് നമുക്കുള്ളത്. മനസ്സിലായി? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയങ്കര ദുരൂഹമായി തോന്നുന്നത് എന്താണെന്നറിയോ, ഈ കത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ROC എന്ത് ചെയ്യുന്നറിയോ, പിന്നെ 10 മാസത്തേക്ക് അനങ്ങിയില്ല. 10 മാസത്തേക്ക് പിന്നെ അനങ്ങിയില്ല. പിന്നീട് ഈ കത്ത് കഴിഞ്ഞിട്ടുള്ള തുടർ നടപടി കത്ത് അവർക്ക് കൊടുക്കുന്നപ്പോഴാണെന്നറിയോ, 1/10/2021. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ KM ഷാജൻ. വീണ വിജയൻ നല്ല തൻ്റെ ഇടത്തോടെ ചെന്നൈയിലേക്ക് ഇന്ന് രാവിലെ പുറപ്പെട്ടു. ചെന്നൈയിലെത്തി വീണ വിജയൻ SFI ഓഫീസിലെത്തി, അതും അഭിഭാഷകനോടൊപ്പം. വീണ വിജയൻ ഇതൊന്നും അത്ര ഭയമില്ല, പുലിമടയിൽ തന്നെ ചെന്ന് കയറി തെളിവുകൾ ഹാജരാക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളെയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. തൊട്ടപ്പുറത്ത് കുറേ തെളിവുകളൊക്കെയായി ഷോൺ ജോർജ് നിൽപ്പുണ്ട്. എങ്കിലും വീണ വിജയൻ ഇപ്പോൾ കാട്ടുന്നത് ഒരു നല്ല കരുത്തിൻ്റെ ലക്ഷണമല്ലേ? അല്ല സോമനെ, അത് അങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷെ അങ്ങനെ പറയുന്ന സോയ്മോൻ്റെ ഒരു തൊലിക്കെട്ടിയെ കുറിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായില്ലേ. കാരണം സോയ്മൻ ആലോചിച്ച് നോക്കൂ. സോയ്മൻ ഇങ്ങനെ പറഞ്ഞു ശരിയാണ്, പക്ഷേ സോയ്മൻ എൻ്റെ യാഥാർത്ഥ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാവപ്പെട്ടവൻ്റെ പാർട്ടിയായിട്ടുള്ള CPM, നിസ്വൻ്റെ, ദരിദ്രൻ്റെ, തൊഴിലാളിയുടെ പാർട്ടിയായിട്ടുള്ള CPM, തൊഴിലാളി വർഗ വിപ്ലവം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന, ആ വിപ്ലവത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു അന്തരാള ഘട്ടമാണ് അവരെ സംബന്ധിച്ചുള്ള ഈ പാർലമെൻ്ററി പ്രവർത്തനം. അതൊരു അന്തരാള ഘട്ടമാണ്. അന്തരാള ഘട്ടം കഴിഞ്ഞാൽ പിന്നെ വിപ്ലവമാണ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും 2ാം തവണ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു നേതാവിൻ്റെ മകൾ ഒരു ഹൈക്കോടതി വിധിയെ തുടർന്ന് തലയിലും മുണ്ടിട്ട് പതുങ്ങി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ചെന്ന് ചേക്കേറിയ ഒരു സംഭവത്തെയാണ് സോയ്മോൻ ഇങ്ങനെ അവരുടെ ധൈര്യം. അപ്പോൾ സോയ്മോൻ്റെ ഒരു ധൈര്യം അങ്ങനെ പറഞ്ഞതിൽ ഞാനതിന് എനിക്കൊന്ന് എത്ര അഭിനന്ദിച്ചാലും മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്നറിയാം സോയ്മോനെ, ഇതുപോലെ തന്നെ ആരോപണ വിധേയനായ ഒരു പാർട്ടി സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നു കുറച്ചാൾ മുമ്പ്, മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷത്തിലധികമായിട്ട്. ആ പാർട്ടി സെക്രട്ടറിയുടെ മകൻ്റെ വിഷയത്തിൽ വന്നപ്പോൾ എന്താ പറഞ്ഞത്, അത് മകൻ്റെത് പാർട്ടി സെക്രട്ടറി കൈകാര്യം ചെയ്യണം, പാർട്ടിക്കകത്തൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ നമ്മൾ പുച്ഛിച്ച് അപകീർത്തിപ്പെടുത്തി, പാവപ്പെട്ടവൻ ലജ്ജിച്ച് തലതാഴ്ത്തി ഇറങ്ങിപ്പോയി. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും മരിച്ചും പോയി. ആ സംസ്ഥാനത്താണ് മകൾ അഴിമതി ആരോപണത്തിൽ പെടുക എന്നുള്ളതല്ല. ഇപ്പോൾ ആരോപണം എല്ലാവർക്കെതിരെയും വരാറുണ്ട്, പക്ഷേ ഇവിടെ വളരെ കൃത്യമായി ഇവരിതിനകത്ത് പെട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഫൈൻഡിങ്സ് വന്നു. അവർ പോയി അന്വേഷണ ഉദ്യോഗസ്ഥനടുത്ത് ഹാജരായിരിക്കുകയാണ്. അപ്പോൾ അത് ചെറിയൊരു സംഭവമല്ല, പക്ഷേ അത് ചെറിയൊരു സംഭവമല്ല, വലിയൊരു സംഭവമാണ്. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇതൊന്നും ഒരു വിഷയമല്ല. പിണറായി വിജയൻ ഇപ്പോൾ മകൾ ജയിലിലായാൽ പോലും മുഖ്യമന്ത്രി സ്ഥാനത്ത് ചിലപ്പോൾ ബോധക്കേടൊക്കെ ചിലപ്പോൾ വന്നേക്കാം, പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ പോകുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഉടുമ്പൊക്കെ ഇരിക്കുന്ന പോലെ അയാൾ അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അയാളുടെ അവസാനം പരമദയനീയമായിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ സൂചനയാണ് അയാളുടെ മകൾ ഒരു അഴിമതി കേസിൽ SFIയുടെ ഓഫീസിൽ പോയിട്ടുള്ളത്. വാട്സാപ്പിൽ ഇക്കഴിഞ്ഞ ശരിക്കും ട്രോള് കിട്ടിയത് ഇങ്ങനെയാണ്, സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്നാണ്. പക്ഷേ ഇവിടെ സംശയത്തിന് അതീതയല്ല സാർ, സീസറിൻ്റെ ഭാര്യ ഗർഭിണിയാണ് സാർ
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് അതിൻ്റെ ഒരു പിന്നെ ഔചിത്യം നമ്മളൊന്ന് ആലോചിക്കുക. സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം. സംശയം പോലും അവർക്കെതിരെ ഉണ്ടാവാൻ പാടില്ലാത്തടത്ത് സീസറിൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്ട്രീമാണ്. സീസറിൻ്റെ ഭാര്യ ഗർഭിണിയായിട്ട് പോലും അചഞ്ചലനായി ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആണ് നമുക്കുള്ളത്. മനസ്സിലായി? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് അറിയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിൻ്റെ നാൾ വഴി എന്തായിരിക്കുമെന്നുള്ളത് ഈ കേസ് കൊടുത്ത സമയമോ അല്ലെങ്കിൽ അതിന് മുമ്പ് മുതലോ തന്നെ ഞാൻ സ്വയമനെടുത്ത് എനിക്കൊന്നൊരു 3-4 തവണയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ അവർ പോയി ഇത് കൊടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായും അടുത്ത ഘട്ടം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവരെ വീണ്ടും ചോദ്യം ചെയ്യും, രേഖകൾ കിട്ടാതെ വരുമ്പോഴത്തേക്ക് റെഡി ചെയ്യും, ഇങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എനിക്ക് ഉണ്ടായിട്ടുള്ള ചില പുതിയ അപ്രിഹെൻഷൻസ് ഉണ്ട്. അതെനിക്ക് സോമൻ്റെ അടുത്തുനിന്ന് പറയാതെ നിവൃത്തിയില്ല. അപ്രിഹെൻഷൻസ് നേരത്തെ എനിക്കുണ്ടായിരുന്നത് ഞാൻ സോമനോട്ട് പങ്കുവച്ചിട്ടുണ്ട്. അതിപ്പോൾ CM രവീന്ദ്രൻ്റെ കാര്യം, PV അൻവറിൻ്റെ കാര്യം, KT ജലീലിൻ്റെ കാര്യം, പിണറായി വിജയൻ്റെ കാര്യം, ഇതിലൊക്കെ എനിക്ക് അപ്രിഹെൻഷൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു കാര്യം, അത് ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിലൂടെ ഞാനത് പുറത്ത് വിട്ടിട്ടുണ്ട്. സോമന, നമുക്ക് ഈ കർണാടക ഹൈക്കോടതി വിധി വന്നപ്പോൾ ഉണ്ടായൊരു ഗുണം എന്താണെന്നറിയാമോ? വീണ വിജയനെതിരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ മുഴുവൻ എഴുത്തുകുത്തുകളും ഈ വിധിയിലുണ്ട്. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ആ വിധിന്യായം പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്താണെന്നറിയോ സോമന? 2020 മുതൽ തുടങ്ങിയതാണ് ഇവർക്കൊരു അന്വേഷണം. നിരന്തരം സമൻസ് അയച്ചിട്ടും പ്രതികരിച്ചിട്ടില്ല. കാരണം അത്ര ധാർഷ്ട്യത്തോടാണ് അത് പിന്നീട്. പക്ഷേ അന്വേഷണം തുടങ്ങിയത് 2020-ലാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ദോഷൈക ദൃക്കോ അല്ലെങ്കിൽ ഒരു സംശയാലുവായി ഈ SFIയുടെ അന്വേഷണം, SFIO അന്വേഷണത്തിൻ്റെ കാര്യത്തിലും ആവാനുള്ള 1-2 കാര്യങ്ങൾ ഞാൻ സോമൻ്റെ അടുത്ത് പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ 2020 ഇവർക്കെതിരായിട്ടുള്ള അന്വേഷണം തുടങ്ങി. 29/1/2021 29/1/2021 ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷൻ 4 മാസം മുമ്പ് എന്ന് കണ്ടോണം. 29/1/2021 ROC പിന്നെ വീണ വിജയൻ ഒരു കത്തയക്കും. ആ കത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ആ കത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ബാംഗ്ലൂരിൽ ചില വിവരങ്ങൾ കിട്ടി. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കമ്പനി CMRലുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അതുകൊണ്ട് 206 പിന്നെ കമ്പനീസ് ആക്ടിൽ 206 AC പ്രകാരം ഞങ്ങൾ അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് ഒരു 5ഓളം രേഖകൾ വീണ വിജയനിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ROC വീണ വിജയന് കത്തയക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 മാസം മുമ്പ് 29/1/2022. ഈ കത്തയക്കുമ്പോൾ ROC പറഞ്ഞെന്താണ്? ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് 7 ദിവസത്തിനുള്ളിൽ തരണം എന്ന് പറഞ്ഞിട്ടാണ് ഈ കത്തയക്കുന്നത്. അപ്പോൾ ഈ കത്തിനകത്ത് വിശദമായിട്ട് ചോദിച്ചിരിക്കുകയാണ്. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് മറിച്ച് ഓഡിറ്റ് കാര്യങ്ങളെല്ലാം ചോദിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും അതിനുള്ള മറുപടി അവർ കൃത്യമായി അവരിൽ നിന്നും വാങ്ങിയിരുന്നുവെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ വിഷയങ്ങൾ എല്ലാം പുറത്തു വരുമായിരുന്നു. കാരണം 2021 മുൻപ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്. അതാണ് പ്രധാനം. 2021 മുമ്പല്ല, 2021. കാരണം 29/1/2021 കത്തായി. അപ്പോൾ 29/1/2021 തന്നെ വീണ വിജയൻ്റെ കമ്പനിയും CMRലുമായിട്ടുള്ള കാര്യം ROCയുടെ അന്വേഷണ പരിധിയിലുണ്ടായിരുന്നു. മനസ്സിലായോ? അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ അവർ ചോദിച്ചിരുന്നു. ആ വിവരത്തിൻ്റെ മറുപടി കൃത്യമായിട്ട് എടുക്കുകയും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പിണറായി വിജയൻ ആപ്പാട് ദുരിതത്തിലായി പോയനെ, കുരുങ്ങിപ്പോയനെ. കാരണം മകളുമായി ബന്ധപ്പെട്ടുള്ള CMRൻ്റെ സഭ അപ്പം തന്നെ തൊട്ടപ്പുറത്ത് സ്വർണ്ണക്കടത്തെല്ലാം കിടക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ വന്നിരുന്നെങ്കിൽ വലിയ വിഷയം. പക്ഷേ ഏറ്റവും ഭയങ്കര ദുരൂഹമായി തോന്നുന്നത് എന്താണെന്നറിയോ? ഈ കത്ത് പിന്നെ കൊടുത്ത് കഴിഞ്ഞിട്ട് ROC എന്ത് ചെയ്യുന്നറിയോ? പിന്നെ 10 മാസത്തേക്ക് അനങ്ങിയില്ല. 10 മാസത്തേക്ക് പിന്നെ അനങ്ങിയില്ല. പിന്നീട് ഈ കത്ത് കഴിഞ്ഞിട്ടുള്ള തുടർ നടപടി കത്ത് അവർക്ക് കൊടുക്കുന്നപ്പോഴാണെന്നറിയോ? 1/10/2021 എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ജയിച്ച് അധികാരത്തിലെല്ലാം കയറി 6 മാസം കഴിഞ്ഞപ്പോഴാണ് കത്ത് കൊടുക്കുന്നത്. ആ കത്തിൽ
വളരെ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വീണ വിജയൻ. അതായത് വെച്ചാൽ മാസാമാസം അവർ മേടിച്ചിട്ടുള്ള പണം അത് ഏതാണ്ട് 2-3 മാസം 3-4 വർഷം കൊണ്ട് ഏതാണ്ട് 71 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഇതൊന്നും അത്ര മാധ്യമ ശ്രദ്ധയും നേടിയിരുന്നില്ല. അല്ല സോയ്മനെ, അന്ന് ഇത് പുറത്തു വന്നില്ല. അത് ഞാൻ പറയുന്നത് ROC ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ട് BJP സർക്കാർ അതെന്തുകൊണ്ട് പുറത്ത് കൊണ്ടുവന്നിരുന്നില്ല? അത് പുറത്ത് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പോകുന്ന സാഹചര്യം പോലും ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നു. കാരണം വല്ലാതെ കുരുങ്ങി പോകുമായിരുന്നു. കാരണം ഇവരുടെ അടുത്ത് നിന്ന് 29/1/2021 ചോദിച്ച കത്തിൻ്റെ ഫോളോ അപ്പ് 1/10/2021 നടന്നത്. ആ കത്തിനകത്ത് തന്നെ ഇവർ 71 ലക്ഷം രൂപ മേടിച്ചത്, ഇവർ 1,30,000 രൂപ ഡൊണേഷൻ മേടിച്ചത്. 1 കോടി അല്ല അത് വേറെ, 1,30,000 വേറെ കണക്ക്. എന്നിട്ട് അതിനകത്ത് പറയുന്നു നിങ്ങൾ 4-5 ചാരിറ്റി ഓർഗനൈസേഷൻസിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ വിശദാംശങ്ങൾ അക്കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് കത്തയക്കുന്നത്. പക്ഷേ ആ കത്ത് 1/10/2021 പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും 29/1/2021 മുതൽ എന്തുകൊണ്ട് ROC അനങ്ങാൻ പറ നയം സ്വീകരിച്ചു? അവിടെയാണ് പിണറായി വിജയനെ 2ാം തവണ കൊണ്ടുവന്നതിൽ BJP സർക്കാരിനുള്ള പങ്കിനെക്കുറിച്ചിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള ആരോപണം ഞാൻ ഉന്നയിക്കുന്നത്. ഇനി ഇപ്പം SFIO ഗൗരവമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹൈക്കോടതിയിലെ ഷോൺ ജോർജിൻ്റെ കേസാണ്. ആ കേസ് വന്നപ്പോൾ തന്നെ ആദ്യം SFIO ഒന്ന് തത്തിക്കളിക്കാൻ ശ്രമിച്ചു. പക്ഷേ കോടതി ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ച് കടുത്ത നടപടി എടുത്തപ്പോഴത്തേക്കാണ് അവർക്ക് കോടതിയിലേക്ക് വരേണ്ടി വന്നത്. കർണാടകയിൽ ചെന്നു അവിടെ രക്ഷയില്ല. അവിടെ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയം കോടതിയുടെ പരിഗണനയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും SFIO അനങ്ങാൻ നയം സ്വീകരിക്കുമായിരുന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലുള്ള അപ്രിഹെൻഷൻസ് ഇപ്പോൾ കൂടുതൽ ശക്തിപ്പെടുകയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണോ എന്നുള്ള സംശയം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിൽ ഇരുകൂട്ടരും എത്തിയാൽ അത് കേരളത്തിൽ BJPയുടെ ഒരു വാട്ടർലൂ ആയിരിക്കും. അല്ല സോയ്മൻ, അതിനകത്ത് ആരും സംശയവുമില്ല. പക്ഷേ ഇതിനേക്കാൾ ഭീകരമായ സാഹചര്യമല്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഉണ്ടായിരുന്നത്? സ്വർണ്ണക്കള്ളക്കടത്തിന്മേൽ കെട്ടി വരിഞ്ഞിട്ടിരിക്കുകയല്ലായിരുന്നു? സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുമാത്രം തെളിവുകളുണ്ടായിരുന്നു? ആ തെളിവുകളുടെ മേൽ നമ്മൾ ഒരു തെളിവില്ലാതെ എത്ര എണ്ണത്തിന് അകത്തിട്ടിരിക്കുന്നു? അല്ല, അതിൽ സംസ്ഥാന ഭരണകൂടത്തിന് കാര്യമായ റോളില്ല. പക്ഷേ കേന്ദ്ര ഏജൻസികൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി 2 രാജ്യങ്ങൾ തമ്മിൽ ഇടപെട്ട ഒരു പ്രശ്നമായിരുന്നു. UAE കോൺസുലേറ്റ് ജനറൽ. അതിൽ നയതന്ത്രപരമായ ചില തടസ്സങ്ങൾ വന്നുവെന്നാണ് ഔദ്യോഗികമല്ലാത്ത സൂചനകൾ. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ നിന്ന് അന്വേഷണ ഏജൻസികൾക്ക് ഇത്തിരി പിന്നോക്കം പോകേണ്ടി വന്നു. കാരണം ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് വളർന്നിരുന്നു. അത് ഞാനത് ഭാഗികമായി ഞാനതിനോട് യോജിക്കുന്ന ഒരു കാരണമായി പറയാം. പക്ഷേ അതൊരു കാരണമായി പറയുമ്പോഴും ഇതൊന്നും ഇല്ലാതെ എത്ര പേര് ജയിലിൽ കിടക്കുന്നു? പക്ഷെ അന്നും ഇന്നും ചില ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. ആ സ്വർണ്ണം എങ്ങോട്ടേക്ക് പോയി എന്ന് പോലും ആർക്കും അറിയില്ല. ഒന്നും അറിയില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം, അരവിന്ദ് കെജ്രിവാളിനെ 9 മണിക്കൂർ ചോദ്യം ചെയ്തു CBI. ഇപ്പോൾ 6ാം തവണ അയാൾക്ക് സമൻസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ എത്ര പേര് ജയിലിൽ കിടക്കുന്നു? ഞാൻ പറഞ്ഞു ജയിലിലൊന്നും കിടക്കണ്ട. ഞാൻ എപ്പോഴും പറയുന്ന പോലെ 1 ഡസൻ ചോദ്യമെങ്കിലും ഇപ്പം കസ്റ്റംസിൻ്റെ ഷോക്കോസ് നോട്ടീസിലൊക്കെ പിണറായി വിജയനെതിരെ എത്രയോ മൊഴികൾ കിടക്കുന്നു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹി മദ്യനയ കേസിൽ മനീഷ് സിസോദിയ എന്ന് പറഞ്ഞ ഉപമുഖ്യമന്ത്രി 1.5 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്നത് 2 അപ്രൂവേഴ്സിൻ്റെ, അതായത് മൊഴി മാറിയ 2 അപ്രൂവേഴ്സിൻ്റെ മൊഴിയിലാണ് 1.5 വർഷമായിട്ട് അയാൾ ജയിലിൽ കിടക്കുന്നത്. ആ സ്ഥാനത്ത് ഇയാളെ ജയിലിടണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ഇയാളെ 21 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇയാൾക്കെതിരെ 1 ഡസൻ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ പോട്ടെ, ഇയാളിൽ നിന്നും മൊഴിയെടുക്കാൻ ED അയാളെന്ന് വിളിച്ചിരുന്നെങ്കിൽ തലകുത്തി അയാൾ താഴെ വീണു പോകുമായിരുന്നു. ഞാൻ പറഞ്ഞ എക്സ്ട്രാഡിഷൻ്റെ ഒക്കെ പ്രശ്നമൊക്കെ ഉണ്ട്, അതല്ല. പക്ഷേ എവിഡൻഷ്യറി വാല്യൂ ഉള്ള എത്രയോ മൊഴികൾ, സ്വപ്ന സുരേഷിൻ്റെ മൊഴികൾ, സരിത്തിൻ്റെ മൊഴികൾ, സ്വർണ്ണക്കള്ളക്കടത്തിലും ലൈഫ് ഇൻഷുറൻസ് ഇടപാടിലും ഡോളർ കടത്തിലും ഈ 3 കേസിലും UAE കോൺസുലേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടുണ്ട്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൽ അതിലേക്കാണ്. അല്ല ഞാൻ പറഞ്ഞ അതിലൊന്നും എനിക്ക് സംശയമില്ല. ഈ കേസ് ഒരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അവരെ ഇവിടെ കൊണ്ടുവരണം, എക്സ്ട്രഡൈറ്റ് ചെയ്യണം, അതിൽ ആരും സംശയവുമില്ല. പക്ഷേ അവരെ എക്സ്ട്രഡൈറ്റ് ചെയ്യുന്നതും ഇയാളിൽ നിന്ന് മൊഴിയെടുക്കുന്ന തമ്മിലൊരു ബന്ധവുമില്ല സോയ്മോനെ. അയാളെ എക്സ്ട്രഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിനൊരു ഫൈനാലിറ്റി ഉണ്ടാകണമെങ്കിൽ അയാൾ എക്സ്ട്രഡേറ്റ് ചെയ്യപ്പെടണം. പക്ഷേ ഇയാളിൽ നിന്നൊന്ന് മൊഴിയെടുക്കുന്നതിന് എന്താണ് തടസ്സം? ഇയാളിൽ നിന്ന് മൊഴിയെടുക്കുന്നതിന് ഞാൻ പറഞ്ഞ ഒറ്റ മൊഴി മാത്രം ഞാൻ സോയ്മനോട് പറഞ്ഞു. ഞാനത് കോടതിയിൽ ഒരു കേസിൽ വിളിച്ചു. അതായത് ഗൾഫിൽ നിന്ന് ഒരു ഇത് വരുന്നു, ഞാനത് ഒരു പ്രാവശ്യം മുഖം പറഞ്ഞതെന്നറിയില്ല, ഒരു ബിലിയാർഡ് സ്റ്റേബിൾ 5 അടി വീതി, 10 അടി നീളവും 5 അടി വീതി കൊടുത്ത റിപ്പോർട്ടിലുണ്ട്.
അപ്പം അത് വന്നപ്പോഴത്തേക്കും അത് കസ്റ്റംസ് തടഞ്ഞു വെച്ചു. കസ്റ്റംസ് തടഞ്ഞു വെച്ചപ്പോഴത്തേക്കും സരിത്ത് എന്ന് പറഞ്ഞ ആൾ ഇന്ന് കോൺസുലേറ്റിൻ്റെ PR ആയിരുന്നു. അയാൾ ചെന്ന് തടഞ്ഞു വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു. ഉടനെ സ്വപ്ന സുരേഷിനെ വിളിക്കുന്നു. സ്വപ്ന സുരേഷ് ശിവശങ്കരനെ വിളിക്കുന്നു. ശിവശങ്കരനെ ഇടപെടുന്നു, അത് റിലീസ് ചെയ്യുന്നു. ഞാൻ ഈ ഒരൊറ്റ മൊഴി മാത്രം ഒന്ന് എടുക്കും. ഈ ഒരൊറ്റ മൊഴി വെച്ചാൽ കസ്റ്റംസിൻ്റെ 108 പ്രകാരമുള്ള മൊഴിയാണ്. മൊഴിക്ക് എവിഡൻഷ്യലി വാല്യൂ ഉള്ളതാണ്. ആ മൊഴി ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിവുള്ളതാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ചോദിക്കുന്നതിന് ഒന്ന് ഇയാളുടെ നിന്ന് മൊഴിയെടുത്തിരുന്ന എല്ലാം തീർന്നില്ലേ? അപ്പം ഇയാളിൽ നിന്ന് ഇതുവരെ മൊഴിയെടുത്തിട്ടില്ല, ഇയാൾക്ക് ചോദ്യം ചോദിച്ചിട്ടില്ല, ഇത് ഒരു സംഭവം ഇതുവരെ ചെയ്തിട്ടില്ല. വീണ വിജയനിലേക്ക് വരുമ്പോൾ ഇതുവരെ മറ്റ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത ചില തലങ്ങളുണ്ട്. 2003 PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി ആയിരുന്നപ്പോഴാണ് ആദ്യമായി കരിമണൽ കമ്പനിക്ക് CMRLന് കേരളത്തിൻ്റെ പാട്ടഭൂമി കരിമണൽ ഖനനത്തിനായി കൈമാറുന്നത്. തുടർന്ന് അത് വലിയ വിവാദമായി. അന്ന് ആലപ്പുഴ MP ആയിരുന്ന VM സുധീരൻ അത് വലിയ വിഷയമാക്കിയെടുത്തു. ഒരു 7 ദിവസം അദ്ദേഹം വലിയ സമരപരിപാടികളിലേക്ക് പൊടുന്നതിനെ കടന്നു. സ്വന്തം മുന്നണിയിൽപ്പെട്ട സ്വന്തം പാർട്ടിയിൽപ്പെട്ട നേതാവ് ഇങ്ങനെ തിരിഞ്ഞത് AK ആൻ്റണിയെ ചൊടിപ്പിച്ചു. പെട്ടെന്ന് ആൻ്റണി ഈ പാട്ടക്കരാർ സ്റ്റേ ചെയ്യുകയും ഇതിന്മേൽ പൂർണ്ണമായ പഠനം നടത്തി മാത്രമേ ഇനി പാട്ടം അനുവദിക്കൂ എന്ന് ആൻ്റണി പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് കോടതി വ്യവഹാരങ്ങളിലേക്ക് കടന്നു. ഒരു പാട്ടം അനുവദിച്ചത് അത്ര പെട്ടെന്ന് റദ്ദാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്ന ഹൈക്കോടതി വിധി, പിന്നീട് നടന്ന വ്യവഹാരങ്ങൾ. പക്ഷേ AK ആൻ്റണിക്ക് അന്ന് നഷ്ടപ്പെടുത്തേണ്ടി വന്നത് എൻ്റെ മുഖ്യമന്ത്രി സ്ഥാനമാണ്. തുടർന്ന് അന്നു മുതലുള്ള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ എളമരം കരീം, VK ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങി നിരവധി വ്യവസായ മന്ത്രിമാരായിട്ട് വന്നവർ, രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ ഈ കരിമണൽ ലോബിയുമായി സഹകരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഒരു കാലത്ത് എളമരം കരീം പറഞ്ഞു ഈ കർത്തയ്ക്ക് പത്മശ്രീ കൊടുക്കണമെന്ന്. ഏകദേശം 40,000 കോടി രൂപയോളം മണ്ണ് തുരന്ന് കൊള്ളയടിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരുന്നത്. എന്നിട്ടും വീണ വിജയനിലേക്ക്, പിണറായി വിജയനിലേക്ക് മാത്രം ഈ ചർച്ച ഒതുക്കേണ്ടതുണ്ടോ? അല്ല സുമനെ, അതിനകത്ത് ഒരു കാര്യം പറഞ്ഞതിൽ നിന്ന് ഉറപ്പാണ്. ഈ കരിമണൽ കർത്തയുമായിട്ടുള്ള അനധികൃത ഇടപാട് തുടങ്ങുന്നത് മറ്റാരുമല്ല, കുഞ്ഞാലിക്കുട്ടി. അതെ, കുഞ്ഞാലിക്കുട്ടിക്ക് ശേഷം പിന്നെ എളമരം കരീം വന്നു, ഇബ്രാഹിം കുഞ്ഞ് വന്നു. ഇബ്രാഹിം കുഞ്ഞിന് ശേഷം ഇപ്പം P രാജീവ് വന്നിരിക്കുന്നു. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ തുടക്കം അവിടുന്നാണ്, അത് യാതൊരു സംശയമില്ല. കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് ഇതിൻ്റെ തുടക്കം. ഇന്നും ആ CPM മുസ്ലിം ലീഗ് ബാന്ധവത്തിന് പിന്നിൽ ഇത്തരം പല കച്ചവടങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് കുഞ്ഞാലിക്കുട്ടിക്ക് പിണറായി വിജയനുമായിട്ടുള്ള ഒരു ബന്ധം, CPM-ഉമായിട്ടുള്ളൊരു ബന്ധം, മുസ്ലിം ലീഗ് ഒരക്ഷരം പ്രതികരിക്കുന്നില്ലല്ലോ ഈ സംഭവത്തിൽ. അല്ല സുമനെ, അതാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിവേര് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ഈ കരിമണലും കുഞ്ഞാലിക്കുട്ടിയും CPM-ഉം ഒക്കെ ആയിട്ടുള്ള അന്തർധാര ഏറ്റവും. അപ്പം യഥാർത്ഥത്തിൽ ഈ CPM മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് വലിക്കാൻ ശ്രമിക്കുന്നത് മതപരമായിട്ടുള്ള പ്രതിശാസ്ത്രം എന്നുള്ളതിനപ്പുറത്ത് ഇതുപോലെ വലിയ കൊടുക്കൽ വാങ്ങലുകൾ അതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവല്ലേ? ഒരു പക്ഷേ വീണ വിജയനും പിണറായി വിജയനും ഒക്കെയുള്ള ധൈര്യം ഇത്തരത്തിലുള്ള ബാന്ധവങ്ങൾ തന്നെയാവാം. വീണാൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ നേതാക്കൾ നിലംപൊത്തുന്ന കാഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് അവർ തന്നെ കരുതിയിരിക്കാം. അല്ല സമയം, അവരുടെ ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായിട്ടുള്ളൊരു പിടിവള്ളി അതാണ്. കേരളത്തിൽ അയാൾക്ക് ഇതിനെക്കുറിച്ച് പേടിക്കാനൊന്നുമില്ല. കാരണം കോൺഗ്രസിനും മിണ്ടാൻ പറ്റില്ല, മാധ്യമ മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പം തന്നെ സോയ്മോനൊന്ന് ആലോചിച്ച് നോക്കൂ. സോയ്മോൻ നേരത്തെ പറഞ്ഞല്ലോ 2003 ഇത് ഉയർത്തിക്കൊണ്ടുവന്നത് VM സുധീരനാണ്. കരിമണൽ വിഷയം ആദ്യം ഉയർത്തിക്കൊണ്ടിരുന്ന VM സുധീരൻ ഇന്ന് എവിടെയുണ്ട്? അപ്രസക്തനെ, ഇന്നും മിണ്ടുന്നില്ല. ശരിക്കും VM സുധീരൻ എന്ന് പത്രസമ്മേളനമായിട്ട് രംഗത്ത് വരണം. പക്ഷെ പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ VM സുധീരന്റെ ചില അന്ന് KPCC അധ്യക്ഷനായിരുന്ന VM സുധീരന്റെ ചില നിലപാടുകളാണ് ഉമ്മൻചാണ്ടിയുടെ വീഴ്ചയ്ക്കും തകർച്ചയ്ക്കും ഇടവരുത്തിയത്. അതോടുകൂടി അദ്ദേഹത്തെ ഒരുപക്ഷെ കുറ്റബോധം വേട്ടയാടുന്നുണ്ടാവും. അല്ല, ആയിരിക്കാം. പക്ഷേ കരിമണൽ കർത്താവിൻ്റെ വിഷയം ഇന്ന് കേരളത്തിൽ ഇത്രയും വലിയൊരു വിഷയമായി നിൽക്കുമ്പോൾ ആ കരിമണൽ കർത്താവിൻ്റെ വിഷയം ഞാനാണ് ഉയർത്തിക്കൊണ്ട് വന്നത്, അത് ഇപ്പോൾ ഇത്രയും വിധിയുമ്പോൾ എനിക്കതിൽ അഭിമാനമുണ്ടെന്നും പറഞ്ഞ് പുറത്തു വരേണ്ട VM സുധീരൻ പോലും ഇപ്പം മിണ്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിനെ CPM-ലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നെ പുറകിലുള്ള ചേതോവികാരം എന്ന് പറഞ്ഞാൽ അത് പ്രതിശാസ്ത്രമല്ലെന്നും അത് പച്ചയായിട്ടുള്ള കൂട്ടിക്കൊടുപ്പും കച്ചവടങ്ങളുമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കരിമണൽ. ഈ കരിമണൽ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പ്രത്യേകത എന്താ സോയ്മോനെ?
കടലിൽ നിന്ന് മീൻ പിടിക്കുന്ന പോലാണ് കരിമണൽ. അതെ, കാരണം അതൊരു പെർപ്പച്വൽ റിസോഴ്സാണ്. അല്ല, ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ മേഖലകളിൽ കരിമണൽ, ധാതു സമ്പുഷ്ടമായ ഈ മണല് അത് കേരളത്തിന്റെ കനിയാണ്. അതെ, അത് ശരിക്കും കടലടിച്ച് കരയിൽ കൊണ്ടുവരുന്ന ഒരു സാധനമായതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന നേട്ടം പെർപ്പച്വലാണ്, എന്ന് വെച്ചാൽ എല്ലാ കാലത്തേക്കും ഉള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സാധ്യത അതിഭീകരമാണ്. ആ സാധ്യതകൾ ഇടതും വലതും BJPയും CPIയും എല്ലാവരും കൂടെ ചേർന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്നൊരു ഫോഴ്സ് വന്ന് ഇതിൻ്റെ അന്വേഷണത്തിലേക്ക്. പക്ഷേ എനിക്കിതിനകത്തുള്ള അപ്രിഹെൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിൻ്റെ ഗുണഭോക്താക്കളായിരുന്നു. ഇപ്പോൾ പലരും ഇപ്പം എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവെന്ന് പറയുന്ന അടിസ്ഥാനപരമായ BJPക്കാരനാണ്, RSSകാരനാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ കയ്യിൽ BJPക്ക് കൊടുത്ത പൈസ കണക്കുണ്ടാവും. 135 ആ കണക്കുണ്ടാവും. പക്ഷെ 135 കോടി ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ തുക, കണ്ടെത്താത്ത എത്രയോ കോടികളുണ്ട്, ആയിരക്കണക്കിന് കോടി ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും ശശിധരൻ കർത്താവിൻ്റെ കയ്യിൽ BJPക്കാരൻ്റെ പണവും കൂടെ ഉള്ള സാഹചര്യത്തിൽ നമുക്കറിയില്ല. അല്ല, ഞാൻ പറഞ്ഞത് ആരോപണമായിട്ട് പറയുകയാണ്. അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ കരുതുക. അങ്ങനെയെങ്കിൽ ശശിധരൻ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? ശശിധരൻ കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ഇവിടുത്തെ BJP നേതാക്കളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു സംഭവമല്ല ഇപ്പോൾ SFIO. ഏത് പ്രാദേശിക പാർട്ടികൾക്കും BJP നേതൃത്വത്തിനും അപ്പുറം നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണം ഉണ്ടാവും. സ്വയമനെ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലുള്ളതാണ് SFIO. കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള ED CM, നമ്മുടെ മുഖ്യമന്ത്രിയെ തൊട്ടില്ലെന്ന് പോട്ടെ, CM രവീന്ദ്രനെ തൊട്ടോ സ്വയമനെ, PV അൻവറിനെ തൊട്ടോ സ്വയമനെ? അല്ല, അതിന് നമുക്ക് നേരത്തെ പറഞ്ഞ കാരണങ്ങൾ നിരത്താമെങ്കിൽ ഇവിടെ SFIOയ്ക്ക് അത്തരം കാരണങ്ങളൊന്നുമില്ല. ഏത് അറ്റം വരെ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഏതറ്റം വരെയും പോകാൻ EDക്ക് എന്തായിരുന്നു തടസ്സം? ഞാൻ ചോദിക്കുന്നത് ഒന്നുകൂടെ ഞാൻ ചോദിക്കുന്നു, CM രവീന്ദ്രനെ ചോദ്യം ചെയ്തു. CM രവീന്ദ്രൻ കള്ളത്തരം കാണിച്ചിട്ടില്ല എന്നിട്ടാണോ? CM രവീന്ദ്രനെയും ഊരാളുങ്കലുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത് CM രവീന്ദ്രൻ എന്നേ അകത്ത് പോകുമായിരുന്നു. ഊരാളുങ്കൽ ഇപ്പോഴും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയില്ല, റഡാറിലാണ്. ആണ്. പക്ഷേ CM രവീന്ദ്രനെ എത്ര പ്രാവശ്യം ചോദ്യം ചെയ്തു? 7 8 പ്രാവശ്യം ചോദ്യം ചെയ്തു. PV അൻവറിനെ എത്ര പ്രാവശ്യം ചോദ്യം ചെയ്തു? 7 8 2 3 തവണ ചോദ്യം ചെയ്തു. KT ജലീലിനെ ചോദ്യം ചെയ്തു. ഇവരെ ആരെപ്പോലും തൊടാൻ EDക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആത്യന്തികമായി SFIO അന്വേഷണം കൊണ്ടുവന്നവരാണ്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. പക്ഷേ അങ്ങനൊരു ഒപ്റ്റിമിസ്റ്റിക് ആവണ്ടേ ഇത്തരം അന്വേഷണം? അല്ല സോയിമോനെ, ഞാൻ പെസിമിസ്റ്റിക് ആവാനുള്ള കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 29/1/2021 അവർക്കൊരു കത്ത് കൊടുത്തിട്ട് പിന്നെ 10 മാസം മിണ്ടാതിരുന്നു. അതാണ് എൻ്റെ അപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, പിന്നെ ലൈഫ് മിഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും പിണറായി വിജയനെ തൊടാത്ത BJP സർക്കാർ അവിടുത്തെ മുഖ്യമന്ത്രിയെ ഓരോ ദിവസവും പിന്നെ സമൻസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കുറി പിടി വീഴും. അല്ല, ഇക്കുറി പിടി വീഴുമോ ഇല്ലയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പിടി വീണിട്ടേ എനിക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഈ കാര്യത്തിലുള്ളൊരു വ്യത്യാസം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഈ കാര്യത്തിലുള്ള കോടതിയുടെ ഇടപെടലാണ്. മറ്റുള്ള കാര്യങ്ങളിലൊന്നും കോടതി ഇടപെടൽ ഉണ്ടായില്ല. ഇതിനകത്ത് കോടതി ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ശക്തനായിട്ടുള്ളൊരു ന്യായാധിപൻ ഈ കാര്യത്തിൽ ഉൾപ്പെട്ട് നിൽപ്പുണ്ട്. 26-ാം തീയതി ആ കേസ് പിന്നെയും വരികയാണ്. ഇവിടുത്തെ ന്യായാധിപനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിധിയാണ്. അപ്പോൾ അതുകൊണ്ട് ജുഡീഷ്യറിയുടെ ഒരു ഇടപെടൽ ഉള്ളത് കൊണ്ട് എനിക്കിതിലൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. മൈനസ് ജുഡീഷ്യറി ആണെങ്കിൽ BJPയെ 1% പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള അനുഭവം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.